നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അയൽവാസിയായ വീട്ടമ്മയെ യുവാവ് കൊലപ്പെടുത്തി വീടിനരികിൽ കുഴിച്ചിട്ട സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. പ്രിയമതയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണങ്ങൾ ഏറെ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ്. ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട് പരസ്പരം പറയുന്ന കാര്യങ്ങളിലൊക്കെ. പനച്ചമൂട് പഞ്ചാംകുഴി മാവുള്ള വീട്ടിൽ പ്രിയംവദ ആണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ മാവുവിള VS ഭവനിൽ വിനോദാണ് അറസ്റ്റിലായത്. ഈ പ്രതിയുടെ ഭാര്യ മാതാവ് പറയുന്നത് പ്രിയംവദയുടെ വീട്ടിൽ വിനോദ് പോക്കുവരവ് ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ് ഈ സരസ്വതി എന്ന് പറയുന്ന വ്യക്തി നൽകിയിരിക്കുന്നത്. പക്ഷേ പ്രിയംവദയുടെ മകൾ അതങ്ങനെയല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും അവർക്കിടയിലില്ല. ഈ പ്രതി പോകുന്നത് മറ്റൊരു വീട്ടിലേക്കാണ്. അത് പ്രതിയുടെ ഭാര്യ കാണുകയും അവർക്ക് അടി കൊടുക്കുകയും അതിനുശേഷമാണ് അവർ വിദേശത്തേക്ക് പോയതുമെന്നാണ് മകൾ പ്രതികരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ പ്രതിയുടെ ഭാര്യ മാതാവ് പറയുന്നത് തൻ്റെ മകൾ ഈ കാഴ്ച കണ്ട് സഹിക്കാനാകാതെയാണ് വിദേശത്തേക്ക് പോയത് എന്നാണ്. മാത്രമല്ല ഈ ഒരു 12-ാം തീയതി ഇവരെ കാണാതാകുന്നു. 15-ാം തീയതിയാണ് ഇവരുടെ മൃതദേഹം കണ്ടെത്തുന്നത്. അപ്പോൾ ഇത്രയും ദിവസം ഈ ഒരു സംഭവം അവിടെ നടന്നിട്ട് സരസ്വതി, അതായത് പ്രതിയുടെ ഭാര്യ മാതാവ് ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഈ കുടുംബത്തിന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അവരെ ചോദ്യം ചെയ്യണം, അവർക്കും ഈ കാര്യങ്ങൾ അറിയാം എന്ന രീതിയിലാണ് പ്രിയംവദയുടെ വീട്ടുകാരുടെ പ്രതികരണം. തീർച്ചയായിട്ടും പോലീസ് രണ്ടു കൂട്ടരെയും കേൾക്കുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ ഒരു പ്രത്യേകിച്ച് സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന പ്രതിയുടെ ആ ഒരു വാക്ക് പോലീസ് ഇതുവരെ വിശ്വാസത്തിലെടുത്തിട്ടില്ല. മറ്റെന്തെങ്കിലും കാരണമുണ്ടോ, ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നതടക്കമുള്ള ഒരു സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. ആ രീതിക്കും പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇപ്പോഴും ഈ കേസിൽ ബാക്കിയാവുന്ന ചോദ്യവും അത് തന്നെയാണ്. അതായത് മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഈ വിവരം അറിയാമായിരുന്നോ, മറച്ചു വെച്ചതാണോ എന്ന ചോദ്യങ്ങളൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് ശക്തമായി നിലനിൽക്കുന്നുണ്ട്. പ്രതി പലപ്പോഴും പോലീസിനെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലിൽ പ്രതി വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതാണ്. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ പുറത്തു വരും. മൃതദേഹം കുഴിച്ചിടാൻ സഹായിച്ചത് വിനോദിന്റെ സഹോദരൻ ചെങ്കൽ വട്ടവിള സ്വദേശി സന്തോഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. എന്തായാലും അയൽ വീടുകൾ, പരസ്പരം അടുത്തടുത്തിരിക്കുന്ന വീടുകളിലുള്ളവരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നതും കൊലപാതകിയായിരിക്കുന്നതും. എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യം ഇവിടെ ശക്തമായി തന്നെ നിലനിൽക്കുകയാണ്. അതായത് ഈ ഒരു കൊലപാതകം നടക്കുന്നത് 12-ാം തീയതിയാണ്. ഈ വീട്ടമ്മയെ കാണാതാകുന്നത്. ജോലിക്ക് പോകുന്നു, രാത്രി സമയം കഴിഞ്ഞിട്ട് വീട്ടിൽ തിരിച്ചെത്തുന്നില്ല. ഇതേ തുടർന്നുള്ള അന്വേഷണമാണ്. അത് പിന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതിയായി എത്തുന്നു. പിന്നാലെ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം, അതായത് 12-ാം തീയതി മുതൽ 14-ാം തീയതി വരെ അന്വേഷണം നടക്കുകയാണ്. 14-ാം തീയതി വൈകുന്നേരമാണ് ഈ പ്രതിയുടെ വീട്ടിനുള്ളിലെ കട്ടിലിനടിയിൽ മൃതദേഹമുണ്ട് എന്ന് ഭാര്യ മാതാവ് മനസ്സിലാക്കുന്നത്. ആ വൈകുന്നേരം, അതായത് ശനിയാഴ്ച വൈകുന്നേരം ഇവർ ഈ വിവരം മറച്ചു വയ്ക്കുന്നു. പിറ്റേന്ന് ഞായറാഴ്ച പള്ളിയിൽ പോകുന്നു. പള്ളിയിൽ പോയി പിതാവിനോട് പറയുന്നു, അതായത് പള്ളിയിൽ അച്ഛനോട് പറയുന്നു. അദ്ദേഹമാണ് പോലീസിനെ അറിയിക്കുന്നത്. എന്നാൽ പോലീസ് എത്തുമ്പോൾ മൃതദേഹം കണ്ടെത്തുന്നത് വീടിന് പിന്നിലുള്ള കുഴിച്ചിട്ട നിലയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ശനിയാഴ്ച വൈകുന്നേരം ഇവർ കട്ടിലിനടിയിൽ മൃതദേഹം കാണുന്നു. ഈ ഒരു ഞായറാഴ്ച ഈ ഒരു സമയത്തിനുള്ളിൽ എപ്പോഴെങ്കിലും ആയിരിക്കാം ഈ മൃതദേഹം പിന്നിൽ കുഴിച്ചിട്ടത്. എന്തായാലും സഹായിക്കാൻ എത്തിയത് സഹോദരനാണ്. സഹോദരനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തെളിവ് നശിപ്പിച്ചതിന് കേസെടുത്തിട്ടുണ്ട്. ഈ മൃതദേഹം വച്ചിരുന്ന കട്ടിലിൻ്റെ അടിവശം ഇവർ വൃത്തിയാക്കുന്നതിനിടയിലാണ് പോലീസ് സംഘം എത്തിയത്. എന്തായാലും എന്താണ് സംഭവിച്ചതെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാവുകയാണ്. ഈ അയൽവാസികൾക്കിടയിൽ എന്താണ് സംഭവിച്ചത്? ഇത്രയും കൊലപ്പെടുത്താൻ, ഇത്രയും വൈരാഗ്യം വരാൻ വേണ്ടി മാത്രം, അതിക്രൂരമായി കൊലപ്പെടുത്താൻ മാത്രം എന്ത് പ്രശ്നമാണ് ഇരുവർക്കുമിടയിൽ ഉണ്ടായിരുന്നതെന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത്. പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുണ്ട് എന്ന് പറയുമ്പോൾ പോലും വീട്ടുകാരത് തള്ളുകയാണ്, ആ വാദത്തെ. അതായത് സാമ്പത്തികമായി യാതൊരു ഇടപാടും ആ വ്യക്തിയുമായിട്ട് ഉണ്ടായിരുന്നില്ല. അത്തരത്തിൽ ഇടപാടുകളുണ്ടെങ്കിൽ വീട്ടുകാർ അറിഞ്ഞ് മാത്രമേ നടക്കുകയുള്ളൂ. അത്തരത്തിലുള്ള ഒരു വ്യക്തിയല്ല പ്രിയംവദ. അപ്പോൾ സാമ്പത്തികമായ ഇടപാട് പ്രതി പറയുന്നത് കള്ളമാണ് എന്ന് വീട്ടുകാർ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് ഈ ഒരു അതിക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന ചോദ്യമാണ് ഇവിടെ ശക്തമാകുന്നത്. ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു കൊലപാതകം അതിക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. പ്രതി പറയുന്നത് താൻ അടിച്ചു, വഴക്കു കൂടുന്നതിനിടയിൽ അടിച്ചു, ബോധം പോയി, വീട്ടിൽ കൊണ്ടുവന്ന് കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തി എന്നാണ് പ്രതി പറയുന്നത്. അങ്ങനെ തന്നെയാണോ സംഭവിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. പ്രതി പലപ്പോഴും പോലീസിനെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ പ്രതി പറയുന്ന കാര്യങ്ങൾ വിശ്വാസത്തിലെടുക്കാൻ ഒരു
ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. എന്തായാലും ആ പ്രദേശത്ത് മുഴുവൻ നാറ്റം വമിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണമാണ് ഇത്തരത്തിലൊരു അരുംകൊലപാതകം നടന്നു എന്ന് അറിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. തീർച്ചയായിട്ടും ഈ 12-ാം തീയതി പ്രിയമവദയെ കാണാതാകുന്നു, വീട്ടുകാർ അന്വേഷിക്കുന്നു, പോലീസ് അന്വേഷിക്കുന്നു. ഇതിനിടയിൽ ആ വീട്ടിന് തൊട്ടടുത്ത് തന്നെ പ്രിയമവദയുടെ മൃതദേഹം ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം. എവിടെ നിന്നാണോ പ്രിയമവദയെ കാണാതായത് അതിനരികിൽ തന്നെ, എവിടെയാണോ പ്രിയമവദ താമസിക്കുന്നത് അതിനരികിൽ തന്നെ പ്രിയമവദയുടെ മൃതദേഹം ഉണ്ടായിരുന്നു. അത് ലോകം അറിയാതെ പോകുമായിരുന്നു. പക്ഷേ ഈ നാറ്റം വമിച്ചതും ഈ ഭാര്യമാതാവ് കണ്ടതുമൊക്കെയാണ് നിർണായകമായി മാറിയിരിക്കുന്നത്. മാത്രമല്ല ഭാര്യമാതാവ് ഇത് ആ അച്ഛനോട്, പള്ളിയിലെ അച്ഛനോട് പറയാൻ കാണിച്ചത് കൊണ്ടും സംഭവം പുറം ലോകം അറിഞ്ഞു. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് അറിയാൻ വൈകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമായിരുന്നു. ഞായറാഴ്ച രാവിലെയാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത്. എന്തായാലും കശുവണ്ടി ഫാക്ടറി തൊഴിലാളിയായ പ്രിയമവദയെ ഭർത്താവ് നേരത്തെ ഉപേക്ഷിച്ചതാണ്. 2 പെൺമക്കളുടെയും വിവാഹം കഴിഞ്ഞതോടെ ഒറ്റയ്ക്കായിരുന്നു ഇവരുടെ താമസം. ഈ വിനോദിന്റെ ഭാര്യ വിദേശത്താണ് താമസിക്കുന്നത്. വിനോദിന്റെ മക്കൾ സിന്ധുവിന്റെ അമ്മ സരസ്വതിക്കൊപ്പം അടുത്തുള്ള മറ്റൊരു വീട്ടിലാണ് താമസം. അടുത്തടുത്തുള്ള 3 വീടുകൾക്കിടയിൽ ആണ് ഈ സംഭവ വികാസങ്ങളൊക്കെ അരങ്ങേറിയിരിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം നമ്മളോട് സംസാരിച്ചപ്പോൾ പ്രിയമവദയുടെ മക്കൾ പറയുന്നത് ഈ പ്രതിയുടെ ഭാര്യ മാതാവും തമ്മിൽ പ്രിയമവദയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന തരത്തിലാണ്. കേസൊക്കെ കൊടുക്കുന്ന സാഹചര്യത്തിൽ ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. അപ്പോൾ ആ രീതിക്കൊരു അന്വേഷണം അതൊക്കെ അവർ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഈ പണമിടപാട് ഉണ്ടായിരുന്നോ എന്ന ചോദ്യം വീണ്ടും ശക്തമാകുന്നു. അത് അന്വേഷിച്ച് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. എന്തായാലും ഇടയ്ക്കിടെ ഇവർക്കിടയിൽ വഴക്കുകൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വ്യാഴാഴ്ച രാവിലെ വീടിനടുത്ത് വെച്ച് പ്രിയമവദയെ തടഞ്ഞു നിർത്തി വിനോദ് പണം ചോദിച്ചുവെന്നും വാക്കേറ്റത്തിനിടെയാണ് ഇയാൾ പ്രിയമവദയെ മർദ്ദിച്ചതെന്നും ബോധരഹിതയായ പ്രിയമവദയെ വലിച്ചിഴിച്ച് തന്റെ വീടിനകത്ത് എത്തിച്ചു. പിന്നീട് ബോധം വന്നപ്പോൾ കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തുകയായിരുന്നുവെന്നുമാണ് പറയപ്പെടുന്നത്. ഈ മൃതദേഹം തുണി കൊണ്ട് മൂടി കിടപ്പുമുറിയിലെ കട്ടിനടിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വീടിനടുത്ത് ദുർഗന്ധം വമിച്ചപ്പോൾ എലിയോ മറ്റോ ചത്തതായിരിക്കുമെന്ന് വിനോദിന്റെ ഭാര്യ മാതാവ് സരസ്വതി വിചാരിച്ചത്. വിനോദിന്റെ മകളെയും കൂട്ടി വീടിന്റെ പരിസരത്തൊക്കെ പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. ഈ സമയം വിനോദ് അവിടെ ഇല്ലായിരുന്നു. കതക് തുറന്ന് നോക്കിയപ്പോൾ മുറിയിലെ കട്ടിനടിയിൽ തുണി കൊണ്ട് എന്തോ മൂടിയിട്ടിരിക്കുന്നത് കാണുകയായിരുന്നു. അടുത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് തുണിക്കടിയിലൂടെ കൈപ്പത്തി കണ്ടത്. ഭയന്ന് വിറച്ചിരുവരും തിരിച്ചോടുകയായിരുന്നു. ആ രാത്രി ഇരുവരും ഭീതിയോടെയാണ് കഴിച്ചുകൂട്ടിയത്. എന്താണ് സംഭവിച്ചത്? കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ പുറത്തുവരും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.